എൻ്റെ പേര് ഡോക്ടർ ശരണ്യ രാജൻ, ദന്തൽ സർജൻ. ഇന്ന് സംസാരിക്കുന്നത് വായ്നാറ്റം അഥവാ ഹാലിറ്റോസിസിനെ പറ്റിയാണ്. സാധാരണയായിട്ട് എല്ലാ പ്രായക്കാരിലും 5 വയസ്സ് മുതൽ ഉള്ള എല്ലാ പ്രായക്കാരിലും വായ്നാറ്റം കാണപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെ കൊണ്ടാണ് വായ്നാറ്റം ഉണ്ടാവുന്നത്? വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമുണ്ട് വായ്നാറ്റത്തിൽ. അതായത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വായ്നാറ്റം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉള്ളി, ഗാർലിക് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വായ്നാറ്റം ഉണ്ടാകും. ഇത് തികച്ചും നോർമലാണ്. ഇനി അല്ലാതെ ഏതെല്ലാം കാരണങ്ങളിൽ വായ്നാറ്റം ഉണ്ടാകും? നമുക്ക് ഓറൽ ക്യാവിറ്റിയിൽ ഉണ്ടാകുന്ന കാരണങ്ങളുമുണ്ട്, സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസ് കാരണവും വായ്നാറ്റം ഉണ്ടാകാം. ആദ്യം ഓറൽ ക്യാവിറ്റിയിലെ കാര്യങ്ങൾ നോക്കാം. പല്ലിന് കേടുണ്ടാവുകയാണെങ്കിൽ ആ കേടിൽ ആഹാര സാധനങ്ങൾ ഇരിക്കുകയും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് വായ്നാറ്റത്തിന് കാരണമാകും. മോണരോഗം ഉണ്ടാവുകയും മോണയിൽ പഴുപ്പുണ്ടാവുകയും ചെയ്യുമ്പോഴും വായ്നാറ്റം ഉണ്ടാകും. ഇനി പല്ലിലെ കേട് താഴെ വന്ന് ആപ്സിസ് അതായത് പഴുപ്പ് ഫോം ചെയ്യുകയും അത് വായിലേക്ക് ഡ്രെയിൻ ചെയ്യുകയും ചെയ്യുമ്പോഴും നമുക്ക് വായ്നാറ്റം ഉണ്ടാവും. ഇനി സൈനസൈറ്റിസ് മാക്സിലറി സൈനസൈറ്റിസ് ഉള്ളവർക്ക്, അതുപോലെ ടോൺസിൽ സ്റ്റോൺ പോലുള്ള അസുഖങ്ങളുള്ളവർക്കും വായ്നാറ്റം ഉണ്ടാകും. പ്രധാനമായിട്ടും നാക്ക് ക്ലീൻ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ചും നമ്മുടെ ഫ്രണ്ടിലെ അല്ല കുറച്ചുകൂടി ബാക്ക് പാർട്ടിലായിട്ടുള്ള നാക്ക് പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്യാതിരിക്കുകയും ഒരു കോട്ടിംഗ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴും വായ്നാറ്റം ഉണ്ടാവും. ഇനി സിസ്റ്റമിക് ഡിസീസ് ആയിട്ടുള്ള, അതായത് റീനൽ ഫങ്ഷൻ, അതായത് റീനൽ ആയിട്ടുള്ള കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവർക്ക്, ലിവർ സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവർക്ക്, പിന്നെ വയറിന് അസുഖം, അതായത് GERD പോലെ ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഇതൊക്കെ ഉള്ളവർക്കും വായ്നാറ്റം ഉണ്ടാകുന്നതാണ്. ഇനി എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം? വായ്നാറ്റം ഉള്ളപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കാണുകയും പല്ലിലെ കേടുകളെല്ലാം അടയ്ക്കുകയും, ഇനി ആപ്സിസ് ഉള്ള പല്ലുകളാണെങ്കിൽ അതിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുകയും ക്യാപ്പ് ഇടുകയും ചെയ്യാം. നാക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ബ്രഷിങ്ങിൻ്റെ കൂടെ തന്നെ നാക്കും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാകുന്നു. ബ്രഷിൻ്റെ ബാക്കിലുള്ള സ്ക്രേപ്പ് ചെയ്യാനിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് നാക്കിൻ്റെ ബാക്ക് ഭാഗം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവുന്നതാണ്. പ്രോപ്പർ ബ്രഷിംഗ് ആയിട്ടുള്ള ഒരു ബ്രഷിംഗ് ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണം. അതുപോലെ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൗത്ത് വാഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സിസ്റ്റമിക് ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിന് ആ ഡോക്ടറോട് ചോദിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇത്രയുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായ്നാറ്റത്തിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. വായ്നാറ്റത്തിന് ഒരു പ്രധാന കാരണം സ്മോക്കിങ്ങും ആൽക്കഹോളുമാണ്. സ്മോക്കിംഗ് ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം വായ്നാറ്റം ഉണ്ടാകുന്നവർ. അതുപോലെ തന്നെ നമ്മുടെ വായിൽ ഡ്രൈനസ് ഉണ്ടാവുക. ഡ്രൈനസ് ചില മെഡിസിൻ കാരണം ഉണ്ടാകുന്നുണ്ട്, അതല്ലെങ്കിൽ ചില അസുഖങ്ങൾ കാരണവും ഉണ്ടാവും. ഈ ഡ്രൈനസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വായിൽ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും വായ്നാറ്റത്തിന് കാരണമാകും. ഇതിന് പ്രത്യേകമായിട്ട് മെഡിസിൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കണ്ടൻറ്റ്, അതായത് നോൺ ഷുഗർ ആയിട്ടുള്ള ചൂയിങ് ഗംസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അതിനുള്ള മെഡിസിൻസ് എടുക്കാവുന്നതാണ്.